إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം കൊണ്ട് ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെയധികം ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. അടിക്കടി പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ മുസ്ലിം യുവതികളുടെയും യുവാക്കളുടെയും അതേപോലെ തന്നെ മുസ്ലിം ദമ്പതിമാരുടെയും ഒക്കെ ആത്മഹത്യാ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഷോപ്പ് ഉടമയും ഷോപ്പിൽ ഉണ്ടായിരുന്ന മാനേജറും രണ്ടുപേരും ഷോപ്പിൽ ആത്മഹത്യ ചെയ്യുന്നു. ഒരാൾ മുസ്ലിമാണ്. ഇങ്ങനെ ഒട്ടനേകം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ ഒരു പ്രശ്നമല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എന്തോ ഒരു വീരപ്രവർത്തനം ചെയ്ത പോലെ സോഷ്യൽ മീഡിയകളും അതേപോലെ തന്നെ ആളുകളും അതിന് വീരപരിവേഷം കൊടുക്കുന്നു. വളരെ നീചമായ നികൃഷ്ടമായ ഭീരുക്കളായിട്ടുള്ള ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ. നീചമായ മരണമായിട്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിച്ചത്. എന്നിട്ടും ആത്മഹത്യ ചെയ്ത ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ആളുകളെ എല്ലാം ഇന്നിന്റെ ആളുകൾ അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാതെ അവരെ വലിയ ധീരന്മാരായിക്കൊണ്ട്, നായകന്മാരായിക്കൊണ്ട്, അതേപോലെ തന്നെ നായികമാരായിക്കൊണ്ട് അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. 7 മഹാപാപങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ച പാപമാണ്
വൻ പാപമാണ് ആത്മഹത്യ എന്നുള്ളത്. മനുഷ്യനെ കൊല്ലുന്നതും മറ്റുള്ള ഒരാളെ കൊല്ലുന്നതും സ്വന്തത്തെ കൊല്ലുന്നതും. ഖത്ലുൻ നഫ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ജീവൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനും അവന്റെ രക്തത്തിനും അവന്റെ സമ്പത്തിനും ഇസ്ലാം ഏറെ പവിത്രത കൽപ്പിച്ചു. കഅബയേക്കാൾ ഒരു മുഅ്മിനിന്, അവന്റെ അഭിമാനത്തിന്, അവന്റെ ജീവന് പവിത്രതയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട കഅബയേക്കാൾ പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ ജീവൻ എടുക്കാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്, ജീവൻ എടുക്കുക എന്നുള്ളത് വൻപാപമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയുണ്ടായി, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണയുള്ളവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് പരീക്ഷണാർത്ഥം അത് തരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള തോന്നിവാസ ജീവിതം കൊണ്ട്, വൃത്തികെട്ട ജീവിതം കൊണ്ട്, മലിനമായ ജീവിതം കൊണ്ട്, ഇന്ന് അങ്ങനെയാണ് സഹോദരന്മാർ. ഇന്ന് പല ആത്മഹത്യാ വാർത്തകളും മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ പ്രേമത്തിന്റെ പേരും പറഞ്ഞ് ഏതോ ഒരുത്തന്റെ കൂടെ ഏതോ ഒരുത്തിയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. എന്നിട്ട് പേരുദോഷം വരുമ്പോ, അല്ലെങ്കിൽ ആ പ്രേമം, ആ ബന്ധം അത് ഉലച്ചില് തട്ടുമ്പോ, എന്നിട്ട് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ഒരു തുണ്ടം കയറിലോ ജീവൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ മോശപ്പെട്ട ജീവിതം നയിച്ചതിന്റെ പേരിൽ നമുക്കതിന്റെ ടെൻഷനുകളും അതേപോലെ തന്നെ അതിന്റെ മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. പലിശക്ക് കടമെടുക്കുന്നു ബാങ്കിൽ നിന്നും, അത് പലിശക്ക് മേൽ പലിശയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പടച്ചറപ്പിനോടുള്ള യുദ്ധമാണ് പലിശക്ക് പണമെടുക്കുന്നവൻ. പടച്ചറപ്പിനോട് യുദ്ധം ചെയ്താൽ ആരാ ജയിക്കുക? 7 മഹാപാപങ്ങളിൽപ്പെട്ട പലിശ എന്ന ഈ വളരെ നീചമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ലോകത്തും അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. നിസ്സാരമായി മനുഷ്യന്മാര് കാണുന്നു പലിശയെ, ബാങ്ക് പലിശയെ പ്രത്യേകിച്ച്. ബാങ്കിൽ നിന്നും പലിശ വാങ്ങുന്നത്, അത് തിന്നുന്നത്, അത് ഭുജിക്കുന്നത്, അതൊരു വിഷയമല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 7 മഹാപാപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത് ഒരിക്കലും സാമ്പത്തികമായി നേട്ടമുണ്ടാവുകയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവുകയില്ല. എല്ലാവിധ ബറക്കത്തുകളെയും നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മൾ ആരെയാണോ ആ പലിശ പണം കൊണ്ട് തീറ്റിക്കുന്നത്, ആ പലിശ പണം കൊണ്ട് നമ്മൾ വാഹനമെടുത്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതേപോലെ തന്നെ വീട് വെച്ചു, പലിശക്ക് കടമെടുത്തു, ഇതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനെ ഇല്ലാതാക്കും. എന്നിട്ട് അത് ഒടുങ്ങുന്നതിലേക്ക്, നശിക്കുന്നതിലേക്ക് അത് പരിണമിക്കുകയും ചെയ്യുന്നുള്ളത് 10,000-കണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കടം കയറി ആത്മഹത്യ ചെയ്യുന്നു, വീട് ജപ്തി ചെയ്യുന്നു. ഇങ്ങനെയുള്ള അപമാന ഭാരത്താൽ എവിടേക്ക് ഇറങ്ങും കുട്ടികളുമായിക്കൊണ്ട്? ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമൻ യഫ്അൽ ദാലിക ഉദ്വാന വളുൽമൻ ഫസൗഫ നുസ്രീഹി നാറാ വകാന ദാലിക അലല്ലാഹി യസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരെങ്കിലും അതിക്രമമായും അന്യായമായും അങ്ങനെ ചെയ്യുന്ന പക്ഷം സ്വന്തത്തെ തന്നെ ഇല്ലാതാക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അത് അക്രമമാണ്, അന്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നുസ്ലീഹി നാറാ, അവനെ നരകത്തിലിട്ട് കരിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പഠിപ്പിക്കുകയാണ്. അള്ളാഹ്ക്ക് അത് എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് നോക്കൂ സഹോദരന്മാരെ, ക്രമാതീതമായി കൊണ്ട് ആത്മഹത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കണക്കുകൾ പഠിപ്പിക്കുന്നത്? ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഒരു 2000 മുതൽ 2025 വരെയുള്ള ആത്മഹത്യാ നിരക്ക് നമ്മളൊന്ന് പരിശോധിക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് എന്താ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത? മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായി പുരോഗതിയിലാണെന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ സാംസ്കാരികമായി പുരോഗതിയിലാണെന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ സാമ്പത്തികമായി മെച്ചമുള്ള നാടാണെന്ന് പറയപ്പെടുന്നു.
ഒക്കെ ശരിയാണ്. പക്ഷേ ക്രമാതീതമായിക്കൊണ്ട് 2000 മുതൽ 2015 വരെ ആത്മഹത്യാ നിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നു. നിസ്സാരമായ കാര്യങ്ങൾക്ക് എന്താണ് പല ആത്മഹത്യകളുടെയും ചുരുളഴിയുന്ന സമയത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചെറിയൊരു മാനസിക സംഘർഷം, മൊബൈൽ വാങ്ങിവെച്ചതിന്റെ പേരിൽ മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് അതിന് കാരണം? ഒരു 8ാം ക്ലാസ്സുകാരി, ഒരു +1 +2 കാരി, അല്ലെങ്കിൽ ഒരു +1 പഠിക്കുന്ന ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ, ഇവൻ ആത്മഹത്യ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ അവനൊരു വീരപരിവേഷം കൊടുക്കുകയാണ്. എന്തോ വലിയൊരു നല്ല കാര്യം ചെയ്ത പോലെ. കുറ്റക്കാര് മാതാപിതാക്കളാകുന്നു, സമൂഹമാകുന്നു. ഇവൻ എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഇത് മറ്റുള്ള കുട്ടികൾ കൂടി കാണുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ അവനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, പത്രങ്ങളിൽ അവന്റെ വാർത്ത വന്നത്. ഇവൻ എന്തോ ഒരു നായകനാണ്. സമാനമായ പ്രശ്നമുണ്ടാകുമ്പോൾ എനിക്കും അങ്ങനെ ചെയ്യാം, ഞാനും ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഇവരറിയുന്നില്ല. കുട്ടികളാണ്, പാവപ്പെട്ട കുട്ടികളാണ്. എന്നാൽ മുതിർന്ന ആളുകളും ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു, ആത്മഹത്യകൾ ചെയ്യുന്നു. എന്നാൽ ഇവരറിയുന്നില്ല. 2 ദിവസമേ ചർച്ചയുള്ളൂ. അവർക്ക് നഷ്ടപ്പെടും. ദുനിയാവും നഷ്ടപ്പെടുന്നു, ആഖിറവും നഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഖുർആനും സുന്നത്തും പഠിപ്പിക്കാൻ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഈ ദുനിയാവിലോ അവർ പോയതിന് ശേഷം അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അതേപോലെ തന്നെ മാതാപിതാക്കൾ ദുരിത ജീവിതത്തിലാണ്. അവർ അറിയുന്നില്ല. മറ്റുള്ളവരെ ദുരിതക്കയത്തിലേക്ക്, പ്രയാസങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എല്ലാം രക്ഷപ്പെട്ടു, ഞാൻ നല്ല ഒരു ശുചായിയാണ് എന്നുള്ള നിലക്ക് മരിച്ചങ്ങ് പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? നരകക്കുഴിയിലേക്കാണ് അവൻ പോകുന്നത്. ശാപങ്ങൾ, ദുനിയാവിൽ മനുഷ്യന്മാരുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാ പോകുന്നത്. കടബാധ്യതയുള്ള ആളുകൾ മരിച്ചു പോകുന്നതോടുകൂടി കടം വീടുമോ? ഇല്ല. അത് മക്കളുടെയോ അല്ലെങ്കിൽ ഭാര്യമാരുടെയോ ഭർത്താക്കന്മാരുടെയോ സമൂഹത്തിന്റെയോ കുടുംബക്കാരുടെയോ ഒക്കെ തലയിൽ കൊടുത്തിട്ട് കൊണ്ടാണ് അവർ പോകുന്നത്. അല്ലേ? എത്രയാണ് സഹോദരന്മാരെ ആത്മഹത്യയുടെ കണക്കുകൾ? അതൊരു വാർത്തയല്ലാതെയായി. സൂചിപ്പിച്ച പോലെ തന്നെ പല ആത്മഹത്യകളുടെയും പിന്നിൽ വഴിവിട്ട ജീവിതങ്ങളാണ്. ഭാര്യയെ ചതിച്ച്, ഭർത്താവിനെ ചതിച്ച് മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നു. സ്വന്തം ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാർ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൂടെയും അതേപോലെ തന്നെ താൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുമായി കൂടുതൽ ഇടപഴകുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും സ്വന്തം ഭാര്യയോട്, സ്വന്തം ഭർത്താവിനോട് ഇടപഴകാൻ സമയം കുറച്ചേ ഉള്ളൂ. കാരണം ജോലിക്ക് പോകണം. എല്ലാവരും ജോലിയിലാണ്. ആണും പെണ്ണും ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകുന്നതിനെ എതിർക്കുകയല്ല. ഏതായാലും ജോലിക്ക് പോകുന്ന നിർബന്ധമാണ്. കാരണം അവന് കുടുംബം പോറ്റണം. എന്നാൽ വീട്ടിൽ നിന്നും എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾ ജോലിക്ക് പോവുകയാണ്. ഞാൻ അതിനെ എതിർക്കുകയല്ല. മാന്യമായി ജോലി ചെയ്യുന്ന എത്രയോ സഹോദരിമാരുണ്ട്. പക്ഷേ വീടിന്ന് വിട്ടിറങ്ങണം. അമ്മായിമ്മയുടെ കൂടെ നിൽക്കാൻ വയ്യ, വീട്ടിൽ നിൽക്കാൻ വയ്യ, കുട്ടികളെങ്ങനെ നോക്കിയിരിക്കാൻ വയ്യ. പിന്നെന്തേ? തന്റെ ജോലിയിടം അവിടെ കളറാക്കണം, അവിടെ വൈബാക്കണം, അത് രസകരമായി ഇങ്ങനെ ജീവിച്ച് തീർക്കണം. പിന്നെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന കുറെ പുരുഷന്മാര്, കുറെ സ്ത്രീകൾ, ഇതുകൊണ്ട് ഇതിങ്ങനെ ജീവിതം ആസ്വദിക്കുകയാണ്. ഹറാമിലും അതേപോലെ തന്നെ മലിനമായ അവസ്ഥയിലും ജീവിതം ആസ്വദിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. ഞാൻ മുസ്ലിമീങ്ങളുടെ കാര്യമാണ്, മറ്റുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. പരലോകം രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് നല്ല ഏർപ്പാടല്ല ഇത്. തന്റെ ഭാര്യയോട് അയാൾ കൂറുള്ളവനായിരിക്കണം. തന്റെ ഭർത്താവിനോട് അവൾ കൂറുള്ളവളെ ആയിരിക്കണം. തന്നിൽ നിന്നും ഒരു സംസാരം, ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു സംസാരം അന്യപുരുഷന് പോകാൻ പാടില്ല. ഒരു പെണ്ണിനെ ആകർഷിക്കുന്ന രീതിയിൽ ഇക്കിളിപ്പെടുത്തുന്ന സംസാരം എന്നിൽ നിന്ന് ഒരു പെണ്ണിന് പോകാൻ പാടില്ല. അതെന്റെ ഭാര്യയ്ക്ക് കിട്ടാനുള്ളതാണ്, അതെന്റെ ഭർത്താവിന് കിട്ടാനുള്ളതാണ്. പിന്നെ അത് കൂടിക്കൂടി വരുന്നു. അത് ചാറ്റിങ്ങുകളാവുന്ന, അവസാനം അത് ചീറ്റ് ചെയ്യപ്പെടുന്നു. എന്നിട്ടത് ആത്മഹത്യയിലേക്ക് പരിണമിക്കുന്നു. ഇങ്ങനെ വഴിവിട്ട ജീവിതങ്ങളാണ് പലപ്പോഴും സഹോദരന്മാരെ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. മറ്റുള്ള പുരുഷന്മാരുടെ ഓരം തേടി പോകുന്ന സ്ത്രീകളുടെ കൂടെ പോകുന്ന പുരുഷന്മാർ, അതിനവരുടെ കുടുംബം അവർക്ക് പ്രശ്നമല്ല, മക്കളെ പ്രശ്നമല്ല. മക്കള് പ്രശ്നമാണെങ്കിൽ മക്കളെ പുഴയിലെറിയും, അല്ലെങ്കിൽ കായലെറിയും, അല്ലെങ്കിൽ അവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, ഇല്ലാതാക്കും, ഗ്യാസ് പൊട്ടിത്തെറിക്കും. പ്രിയപ്പെട്ട ഭാര്യമാർ, സഹോദരിമാർ, എത്രയാണ് പൊട്ടിത്തീർന്നത്?
എവിടെയാണ് സഹോദരന്മാരെ തുടക്കത്തിലുള്ള ലഹരിയെക്കുറിച്ച് പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള ബന്ധമാണ്, തുടക്കത്തിൽ ഒരു ചിരിയാണ്, ഒരു ഐക്കണാണ്, ഒരു മെസ്സേജാണ്. അസമയത്ത് മെസ്സേജ് ചെയ്യുന്ന ആളുകൾ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അസമയത്ത് രാത്രി അസമയത്ത് ഒരു മെസ്സേജ് ഒരു ആണിന് ആവശ്യമുള്ള മെസ്സേജ് ആണെങ്കിൽ പോലും ആണുങ്ങളുടെ സൈക്കോളജി അനുസരിച്ച്, ആണുങ്ങളുടെ മനസ്സനുസരിച്ച് ആവശ്യമുള്ള മെസ്സേജ് ആണെങ്കിൽ പോലും അയാൾ ആ പെണ്ണിനെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ വകയില്ല. രാത്രി ഒരു 10 മണിക്ക് ശേഷം 11 മണിക്ക് ശേഷം ചാറ്റ് ചെയ്തിരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും. പിന്നെ അത് അവസാനിക്കുന്നത് മാന്യമായ ചാറ്റിങ്ങിലല്ല. അത് എവിടെയാണ് തിരിഞ്ഞു പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. ഒരാണും പെണ്ണും ഒറ്റക്കായാൽ, ഇന്ന് ഒറ്റക്കാകുക എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ താനും തന്റെ മൊബൈലിന്റെ അറ്റത്ത് രണ്ടറ്റങ്ങളിൽ ഒരാണും പെണ്ണും ഉണ്ടെങ്കിൽ അത് ഒറ്റക്കാകലാണ്. അവിടെ മൂന്നാമതായി ശൈത്താൻ ഉണ്ടാകും. ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാകും, മെസ്സേജുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ സ്റ്റിക്കറുകൾ ഉണ്ടാകും. ഇതൊക്കെയാണ് അവസാനം കുടുംബം തകരുന്നതിലേക്കും ആത്മഹത്യയിലേക്കും എത്തുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? അപ്പൊ മനുഷ്യന്മാർ അവർ ചെയ്യുന്ന ഹറാമുകൾ അവസാനം തന്റെ കുടുംബം കലരാനും ആത്മഹത്യയിലേക്കും വഴിവെക്കുന്നു. പോയിസൺ അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു തുമ്പ് കയറിൽ കെട്ടിത്തൂങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതോ റെയിൽവേ ട്രാക്കിൽ ട്രെയിന് കയറി വികലമായ കെട്ടിപ്പൊതിഞ്ഞ് ഒരു മയ്യത്തായി കഫൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ബോഡി കിട്ടുന്ന അവസ്ഥ എത്രയാണ് സഹോദരന്മാരെ നമ്മൾ കേൾക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര ഗൗരവത്തോടുകൂടി, ഞാൻ സൂചിപ്പിച്ചാൽ മുസ്ലിമീങ്ങളോടാണ് നമ്മൾ പറയുന്നത്, എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം അതിനെ കണ്ടിട്ടുള്ളത്. പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക് വീരപരിവേഷം കൊടുക്കുകയാണ്. ഒരു വലിയൊരു വീരകൃത്യം ചെയ്ത പോലെ, എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്ത പോലെ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നു. പലപ്പോഴും ആത്മഹത്യ ഭീഷണി നടത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് എന്തോ ഒരു വലിയ മഹത്തായ കാര്യം ചെയ്യുന്ന പോലെ. ആത്മഹത്യ ചെയ്ത ആളുകൾ അത് സാധാരണ മരണം പോലെ അവർക്ക് അവരുടെ ഫ്ലക്സുകൾ വരുന്നു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ അവർക്ക് വേണ്ടിയുള്ള നല്ല പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ വരുന്നു. എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ എടുത്തു പറയുന്നു. അവരുടെ കുടുംബം, ഇവർ പോകുന്നതോടുകൂടി അവരുടെ കുടുംബം എന്തെല്ലാം പ്രയാസത്തിൽ അകപ്പെടുന്നുള്ള ചർച്ചയില്ല. എത്ര ആളുകളുടെ വേദന അവരുടെ തലയിലേക്ക് കോരിക്കൊടുത്തിട്ടാണ് തന്റെ വേദനയും അവസാനിച്ചിട്ട് പോകുന്നത് എന്നവർ മനസ്സിലാക്കുന്നില്ല. വേദന അവസാനിക്കുന്നില്ല, വേദനയുടെ തീരാക്കളത്തിലേക്കാണ്, ആഴികളിലേക്കാണ് അവർ പോകുന്നത്. ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നികൃഷ്ടമായ മരണമാണ് സഹോദരന്മാരെ, നീചമായ മരണമാണ്. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടരുത്. ഇത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണ്, അതിനെ വീരപരിവേഷം കൊടുക്കുക എന്നുള്ളത്. എന്താണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിറജുലിൻ ഖതല നഫ്സഹു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി. അയാൾ എന്താ ചെയ്തത്? ഖതല നഫ്സഹു ബി മശാകിസ ഫലം യുസല്ലി അലൈഹി. അയാൾക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോ നല്ല അമ്പെടുത്ത് അയാൾ അമ്പ് കൊണ്ട് കുത്തി അയാൾ ആത്മഹത്യ ചെയ്തു. റസൂലുള്ള മയ്യത്ത് നിസ്കരിച്ചില്ല. ആര്? അഷറഫുൽ ഖൽഖായ മുത്തു മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിച്ചില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പടച്ച റബ്ബേ അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഅഫി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സി മുദ്ഖലഹു എന്ന് അള്ളാന്റെ റസൂൽ എങ്ങാനും പ്രാർത്ഥിച്ചാൽ അത് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ അത് മതി. അത്രയധികം ഉമ്മത്തിനോട് കാരുണ്യമുള്ള പ്രവാചകൻ മയ്യത്ത് നിസ്കരിച്ചില്ല, അല്ലേ? ഒരാൾ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്താൻ എത്ര ആഗ്രഹിക്കുന്ന പ്രവാചകനാണ്. ഒരു ജൂതൻ മരിച്ചപ്പോ കരഞ്ഞ പ്രവാചകൻ, കാരണം ഞാനിവിടെ ഉണ്ടായിരിക്കുന്ന നരകത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് വേദനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ മുനാഫിക്കുകളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അവർക്ക് വേണ്ടി എത്ര ഇസ്തിഗ്ഫാർ നടത്തിയാലും അല്ലാഹു സ്വീകരിക്കുകയില്ല. 70 മറ, 70 പ്രാവശ്യങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയോ റസൂലേ, എന്നാലും അല്ലാഹു സ്വീകരിക്കൂല. നീചന്മാരാണ് അവർ. അപ്പൊ റസൂലുള്ള പറയണേ, ഞാൻ 70 കൂടുതൽ പ്രാവശ്യം ഞാൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി. അല്ലാഹു പറഞ്ഞ എന്താ? 70 വിശുദ്ധ ഖുർആനിലെ ആയത്താ, 70 പ്രാവശ്യം.
ഇസ്തിഗ്ഫാർ നടത്തിയാൽ പോലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു റസൂൽ 70 കൂടുതൽ പ്രാവശ്യം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി. അതാണ് റഹ്മത്തുൽ ആലമീൻ, നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു ആത്മഹത്യ ചെയ്തവന്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി നിസ്കരിക്കൂല, റസൂൽ നിസ്കരിക്കാതെ പോയി. എന്താണ് ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്തത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അതാ ദലീലുൻ ലിമൻ യഖൂലു ലാ യുസല്ലി അലാ ഖാതിലിൻ നഫ്സഹു ലിഇസ്യാനിഹി, അയാൾ ചെയ്ത തോന്നിവാസത്തിന്റെ കാരണമായിക്കൊണ്ടാണ് നിസ്കരിക്കാതിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് നിസ്കാരം ഒഴിവാക്കിയത്? മറ്റു ചില പണ്ഡിതന്മാർ പറയുകയാണ്, അതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരുന്നത് സജ്റൽ ലിന്നാസി, വളരെ മോശപ്പെട്ട നികൃഷ്ടമായ മരണമാണ്, വീരമരണമല്ല അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. ആ പ്രവർത്തനം മോശമാണ്. പക്ഷേ സഹാബത്ത് നിസ്കരിച്ചു. നിസ്കരിക്കാതെ വെക്കാൻ പറ്റൂല, അയാൾ മുസ്ലിം തന്നെയാണ്, നിസ്കരിക്കാതെ വെക്കാൻ പറ്റൂല, നിസ്കരിക്കണം. സഹാബത്ത് നിസ്കരിച്ചു, റസൂലുള്ളാഹി നിസ്കരിച്ചില്ല. റസൂലുള്ളാഹി അവിടെ പഠിപ്പിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹാബത്തിന് നിസ്കരിക്കാനുള്ള അനുവാദം കൊടുത്ത് റസൂൽ നിസ്കരിക്കാതെ പോയി. അപ്പൊ നിസ്കരിക്കണം, പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബത്തിനെ പഠിപ്പിച്ചു. ഇത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. എന്താണ് സഹോദരന്മാരെ അയാൾക്കുള്ളത്? കാന ബിറജുലിൻ ജിറാഹുൻ ഖതല നഫ്സഹു ഫഖാല അല്ലാഹു, അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കാന ഫീമൻ കാന ഖബലകും റജുലുൻ ബിഹി ജുർഹുൻ, ഒരു മനുഷ്യന് ശരീരത്തിൽ വല്ലാത്ത മുറിവ് പറ്റി, അയാൾക്ക് താങ്ങാൻ പറ്റാത്ത പരിക്ക് പറ്റി ശരീരത്തിന്. ഫജസഅ, അയാൾക്കത് താങ്ങാൻ പറ്റില്ല, അക്ഷമ കാണിച്ചു. ഫഖദ സിക്കീനൻ ഫഖറ ബിഹാ ഫഖസ്സ ബിഹാ യദഹു, അങ്ങനെ അദ്ദേഹം കത്തിയെടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എത്തി. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ മനുഷ്യൻ അയാൾ അവന്റെ കാര്യത്തിൽ ധൃതിപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ജീവൻ അവനെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഹറംതു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉദ്ദിബ ബിഹി ഫീ നാരി ജഹന്നമ, ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേപോലെ അയാൾ നരകത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് നരകത്തിലാണ്, പിന്നെ അയാൾ എങ്ങനെയാണ് തൂങ്ങി മരിച്ചതാണോ തൂങ്ങി മരിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും മലക്ക് മുകളിൽ നിന്നും ചാടി മരിച്ചതാണോ അയാൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വിഷം കഴിച്ചതാണോ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? അതെ, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ فحديدته في يده يتوجه بها في بطنه في نار جهنم خالدا مخلدا فيها أبدا, നരകത്തിൽ ശാശ്വതനായിക്കൊണ്ട് എങ്ങനെയാണോ അയാൾ മരിച്ചത് അതേപോലെ ആവർത്തിച്ചുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുകയാണ്, വമൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഒരു മനുഷ്യൻ, ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് അയാൾ ഇരുമ്പ് കൊണ്ട് തന്റെ ശരീരത്തെ മർദ്ദിച്ചയാൾ കത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വാളുകൊണ്ടോ അയാൾ ആത്മഹത്യ നടത്തി. പിന്നെ പറയുന്നത് ഒരാൾ വിഷം കഴിച്ചുകൊണ്ട് ആത്മഹത്യ നടത്തി, അയാൾ നരകത്തിൽ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കും, മരണവേദന ആസ്വദിച്ചുകൊണ്ടേയിരിക്കും, അയാളാകട്ടെ നരകത്തിലുമാണ്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, വമൻ തറദ്ദാ മിൻ ജബലിൻ, ആരെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ചാടി മരിച്ചതാണെങ്കിൽ ഫഖതല നഫ്സഹു, എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു, ഫഹുവ മുതറദ്ദിദുൻ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, അയാൾ കാലാകാലം നരകത്തിൽ മലക്ക് മുകളിൽ നിന്നും മലയുടെ മുകളിൽ നിന്നും പോയി ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ സഹോദരന്മാരെ, ഒരു നീചമായ നികൃഷ്ടമായ മരണമാണ് മരണമാണുള്ളത്. രണ്ട് ലോകത്തും അയാൾക്ക് ഈ സ്ഥിതിവിശേഷമാണുള്ളത് എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കണം. അപ്പൊ എന്തെങ്കിലും ഉണ്ടാവുമ്പോ വേഗം പോയി ആത്മഹത്യ ചെയ്യാന്നുള്ളത് വലിയ സംഭവമല്ല. കാലാകാലം നരകത്തിലാണെന്ന് പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം എന്താ? കാലാകാലം നരകത്തിലാണോ? അത് ശിർക്ക് ചെയ്യുന്ന പാവം പോലെയാണ്? അല്ല. പക്ഷേ നരകത്തിന്റെ അയാൾ അവിടെ നിൽക്കുന്ന കാലയളവ് അത്ര വിദൂരമാണ്, അത്ര ദൂരത്താണ്, അത്രയധികം കാലയളവ് നരകത്തിൽ ഉണ്ടാകും എന്നതാണ് ആ സൂചിപ്പിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സഹോദരന്മാരെ, ഈ ആത്മഹത്യ ചെയ്തു പോകുന്ന ആളുകൾ അവര് വിചാരിക്കുകയാണ്, ഞാൻ രക്ഷപ്പെട്ടല്ലോ, കുടുംബത്തെ വലിയ അപകടത്തിലേക്ക്, വലിയ ബാധ്യതയിലേക്ക് തള്ളി മരിച്ചു പോവുകയാണ്. അവർ കടം വാങ്ങി ബാങ്കിൽ നിന്നും ലോൺ എടുത്ത്, എന്നിട്ട് വീട് ജപ്തിയായി, കുടുംബം പെരുവഴിയിലാകുകയാണ്.
പിന്നുള്ളത് കുടുംബനാഥനായിരുന്നു. അയാൾക്ക് ഈ കുടുംബത്തെ, തന്റെ ഭാര്യയെ, മക്കളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിലും അയാൾ കൂടെയുണ്ട് എന്നുള്ള സമാധാനമുണ്ട് അല്ലേ? പക്ഷേ അയാൾ അതുപോലും തന്റെ കുടുംബത്തിന് കൊടുക്കേണ്ട ആ ഒരു സമാധാനം പോലും, ആ ഒരു ചിറക് താത്തിക്കൊടുക്കൽ പോലും ഇല്ലാതെ അയാൾ മരിച്ചു പോവുകയാണ്. എന്നിട്ട് കുടുംബം പെരുവയിലാകാണ് അല്ലെ സഹോദരന്മാര്? മറ്റുള്ളവർക്ക് ഭാരം കൊടുത്തുകൊണ്ട് ചില വാർത്തകൾ നമ്മൾ വായിക്കുന്നു, ഭാര്യയും ഭർത്താവും പിഞ്ചോമന മക്കളെ, 1, 2, 3 മക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്റെ കടബാധ്യത ആരാണ് ഇവർ നോക്കുന്നത്? അപ്പൊ വലിയ ബാധ്യത മറ്റുള്ളവർക്ക്, കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, സഹോദരന്മാർക്ക് കൊടുത്തുകൊണ്ടാണ് ഇവർ പോകുന്നത്. എന്ന് മാത്രമല്ല വലിയ പേരുദോഷം വരുത്തി വെക്കുന്നു. ഇങ്ങനെ മറ്റുള്ള സഞ്ചാരത്തിൽപ്പെട്ട് മറ്റുള്ളവരുടെ കൂടെ പോയി മറ്റുള്ള ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ എന്നിട്ട് വ്യഭിചാരത്തിലും തോന്നിവാസങ്ങളിലും ജീവിച്ച് എന്നിട്ട് മാനനഷ്ടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സമയത്ത് മനോവിഷമത്തിൽ ജീവിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതിന്റെ പേരിൽ കുടുംബത്തിന് വലിയ മാനനഷ്ടമുണ്ടാകുന്നു. ആ കുടുംബത്തിൽ പിന്നെ തറവാട്ടിൽ എത്രയോ ജീവിതങ്ങളിൽ, എത്രയോ കുടുംബത്തിൽ, എത്രയോ തറവാടുകളിൽ പിന്നെ കല്യാണം നടക്കണില്ല. എന്തേ? ഇല്ല, അവിടെ ഒരു കുട്ടി ഇന്നിങ്ങനെ പോയിട്ട് പിന്നെ കുറെ കാലം ആരൊപ്പയോ ജീവിച്ചു, പിന്നെ ആത്മഹത്യ ചെയ്തു, റെയിൽവേ ട്രാക്കിൽ നിന്ന് അടുത്തോടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തേക്ക് കെട്ടിച്ചയക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ് അല്ലേ? ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ സഹോദരന്മാര് ഇങ്ങനെയുള്ള കുടുംബത്തിന്റെ വേദനകൾ നമ്മൾ അറിയണം. അപ്പൊ ഇത്ര ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഈ ആത്മഹത്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാപാപമായിട്ട് എണ്ണി കടുത്ത ശിക്ഷയാണ് അവർക്ക് 2 ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് അവർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ടാണ്. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്കുണ്ടാകുന്ന മുസീബത്തുകൾ നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളതിന്റെ പരിണിത ഫലങ്ങളാണ്. നമ്മൾ ചെയ്തിട്ടുള്ള മലിന ജീവിതത്തിന്റെ പരിണിത ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായിക്കൊണ്ട് ദുനിയാവിൽ തന്നെ അല്ലാഹു കുറച്ച് തരികയാണ്. അപ്പൊ അത് താങ്ങാൻ പറ്റണില്ല, എന്നിട്ട് വേഗം പരിപാടി തീർക്കുന്നു അല്ലേ? ഒരു മുസ്ലിം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ശൂറയുടെ 30-ാമത്തെ ആയത്തിലാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനും പരീക്ഷണങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ജീവിക്കുവാനും അള്ളാഹുവിനെ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ റൂഹിനെ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല മരണവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഉമ്മത്തിനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകുമാറാവട്ടെ. 7 മഹാപാപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഖത്ലുൻ നഫ്സ്, നഫ്സിനെ കൊല്ലുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങളും അവന് ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത്, നിങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും മരണം കൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടും നിങ്ങളുടെ വിഭവങ്ങൾ ഇല്ലാതായിക്കൊണ്ടുമെല്ലാം നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വബശിരിസ് സാബിരീൻ, അതുകൊണ്ട് റസൂലേ ക്ഷമാലുക്കളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ക്ഷമിക്കാനുള്ള കഴിവ്, അതാണ് മുഅ്മിന്റെ ഐഡന്റിറ്റി. അത് ഈമാനുള്ള ആളുകൾക്കുണ്ടാകും. എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് പ്രശ്നങ്ങളാക്കി അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച്, അതല്ല യഥാർത്ഥ പരലോകം ആഗ്രഹിക്കുന്ന മുഅ്മിൻ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ, ദീന് പഠിപ്പിച്ച പോലെ തന്റെ ദീനിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പഠിച്ചു മനസ്സിലാക്കി എന്താണ് ഈ ദുനിയാവ്. ഈ ദുനിയാവ് തുലോം തുച്ഛമായ ചെറിയ നിസ്സാരമായ ഒന്നാണ്. അതിൽ കയറ്റമുണ്ടാകും, ഇറക്കമുണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, സുഖങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ് ദുനിയാവ്. എല്ലാ സുഖവും കിട്ടണമെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നമുക്ക് കൊക്കിലൊത്ത പിന്നെ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആരാന്റെ കാശെല്ലാം വാങ്ങി നമ്മൾ ബിസിനസ് നടത്തി അവർക്ക് ലാഭം കൊടുക്കുക എന്ന ഓഫർ നമ്മൾ കൊടുക്കേണ്ടതില്ല.
അങ്ങനെയുള്ള ആ രീതിയിൽ കണ്ട മഹാഭൂരിപക്ഷം ആളുകളെയും നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വീട്ടിലേക്ക് വന്ന് വീട് തടുത്തു നിർത്തുന്ന ഇത് അല്ലാതെ, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടല്ലാതെ നമ്മൾ കാണുന്നില്ല. ആളുകളുടെ നിന്ന് ലക്ഷങ്ങൾ വാങ്ങുക, എന്നിട്ട് ബിസിനസ് നടത്തുക. ജനങ്ങളുടെ സമ്പത്തിനൊരു വിലയും കാണാത്ത അവസ്ഥ. ജനങ്ങളോട് ഇത്ര ഓരോ മാസത്തിലും നിശ്ചിതമായിട്ട് ഇത്ര ലാഭം തരും എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ബിസിനസ്സുകൾ തനിച്ച പലിശയാണത്. അങ്ങനെ ആരെങ്കിലും ബിസിനസ് ജനങ്ങൾക്ക് കാശ് വാങ്ങിയിട്ട് അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പലിശയാണ്, യാതൊരു സംശയവും ഇല്ല. നമ്മൾ കാശ് കൊടുക്കുന്നു ഒരു ബിസിനസ് നടത്താൻ, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക്, അല്ലെങ്കിൽ ഒരു മുതലാളിക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാന് ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുക്കുന്നു. എന്നിട്ട് മാസം കൃത്യമായ 1000 അല്ലെങ്കിൽ 10,000 5,000 വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് പലിശയാണ്. അങ്ങനെ ഉണ്ടാവും സഹോദരന്മാര്. അവിടെ ഒരു ബിസിനസ്സാണ് നടക്കുന്നത്. ആ ബിസിനസ് സ്വാഭാവികമായിട്ടും അതിന് താഴ്ചയും ഉണ്ടാകും, ഉയർച്ചയും ഉണ്ടാകും. അങ്ങനെ കൃത്യമായ ഒരു കണക്ക് അത് നമുക്ക് അയാൾ തരും എന്ന വാഗ്ദാനം. അപ്പൊ ആ ബിസിനസ്സിൽ നമുക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മൂപ്പരുടെ മറ്റേ കാശെടുത്ത് നമുക്ക് തരിക. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്തിലേക്കാണോ പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാതിരിക്കാം. ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പോ എന്നിട്ട് അതിന്റെ ലാഭെടുക്കലും കൃത്യമായി കൊണ്ട് തന്നെ ഒരു മാസം ഞാൻ ഇത്ര തരും, ഒരു കൊല്ലത്ത് ഇത്ര തരും എന്ന് പറഞ്ഞിട്ട് ഒരു കച്ചവടം ലോകത്ത് ഉണ്ടാവില്ലല്ലോ അങ്ങനെ ലാഭം കിട്ടുന്നത്. അത് ഹറാമാണ്, അത് പലിശയാണ്. സർവ്വ പണ്ഡിതന്മാരും പറഞ്ഞു അത് പലിശയാണ്. പിന്നെ ചില കമ്പനികളുണ്ട്, ഞങ്ങൾ നിശ്ചിതമായിട്ട് ഒരു ഇത്ര രൂപ നിങ്ങൾക്ക് മാസം തരും, പിന്നെ കൊല്ലാവസാനം ഞങ്ങൾ കണക്ക് നോക്കിയിട്ട് അതിൽ നിന്നും ലാഭനഷ്ടം കീച്ച് അത് ശരിയാക്കി പിന്നെ കൂടുതൽ തരാനുണ്ടെങ്കിൽ കുറച്ച് തരാനുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആക്കുന്നതാണെങ്കിൽ അത് മറ്റൊരു വ്യവസ്ഥ. അതിനെക്കുറിച്ചല്ല പറഞ്ഞു. ഇങ്ങനെ സഹോദരന്മാരെ സാമ്പത്തിക രംഗത്ത് പിന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള ലാഭമുണ്ടായാൽ മതി, എങ്ങനെയുമാകാം. അപ്പൊ സാമ്പത്തിക രംഗത്താകട്ടെ, നമ്മുടെ രഹസ്യ ജീവിതത്തിലാകട്ടെ, മറ്റുള്ള വഴിവിട്ട ബന്ധങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും ഈ ആത്മഹത്യയിലേക്കും അതേപോലെ തന്നെ ജീവിതം അവസാനിക്കുന്നതിലേക്കും എത്തിക്കുന്നത്. ഇതൊക്കെ മതത്തിന്റെ ബൗണ്ടറിക്ക് പുറത്താവുമ്പോൾ ദീന് നമുക്ക് സുരക്ഷിതത്വമാണ് സഹോദരന്മാരെ. പലിശ പാടില്ലെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ തകർക്കും. വഴിവിട്ട ബന്ധങ്ങൾ പാടില്ല. ഒരു പെണ്ണിനോട് ഒരു ആണിനോടോ പെണ്ണിനോടോ മോശപ്പെട്ടൊരു മെസ്സേജ്, സംസാരം, ഫോൺ സംഭാഷണം അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ തറവാടിന്റെ, നമ്മുടെ അഭിമാനത്തിന്റെ എല്ലാത്തിനുമുള്ള സംരക്ഷണമാണ്. അപ്പൊ ദീന് പഠിപ്പിച്ച ഏത് വ്യവസ്ഥയാണ് സഹോദരന്മാരെ, സഹോദരികളെ നമുക്ക് ഹൈറല്ലാത്തതായിട്ടുള്ളത്? എല്ലാം ഹൈറാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് നമ്മൾ ജീവിക്കുക, ദീന് പഠിക്കുക, ഈമാനുള്ളവരാവുക, തഖ്വയുള്ളവരാവുക, പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. എല്ലാ രംഗത്തും ശുദ്ധമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മുത്തഹ്ഹിരീങ്ങളുടെ കൂട്ടത്തിൽ, ആ നിലക്ക് ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന, പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലുമെല്ലാം അള്ളാഹുവിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ, മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. റബ്ബ് തആല നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലുമെല്ലാം ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനുള്ള ഏറ്റവും നല്ല തൗഫീഖ്, ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.